ഹായ് ഗായ്സ്, പിയണിയില തോരൻ കഴിച്ചിട്ടുണ്ടോ? അതായത് അന്നമ്മോ നമ്മുടെ മത്തനില തോരൻ. ഇല്ലേ, ഒന്ന് കഴിച്ചു നോക്കണം, നല്ല രസാട്ടോ. സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിൽ വരുമ്പോഴാണ് ഇതുപോലുള്ള കാടും പടലയൊക്കെ ഉണ്ടാക്കി തിന്നുന്നത്. മത്തൻ ചെടിയുടെ പൂവും തളിരിലയും തണ്ടുമാണ് ഇതിലെ മെയിൻ. സെയിം ബട്ട് ഡിഫറെന്റ്. സാധാ ഇലക്കറി പോലെ തന്നെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തെടുക്കുന്നതിലാണ്. പൂവിന്റെ ഇതളുകൾ മാത്രം മതി, തണ്ടിന്റെ തോലുരിയണം. ഇലയാണെങ്കിൽ 2 കൈ കൊണ്ട് നന്നായി കശക്കി വലിഞ്ഞു മുറുങ്ങുന്ന അതിന്റെ നാഡീഞരമ്പുകൾ വലിച്ചിരിയണം. ശേഷം വൃത്തിയായി കഴുകി വട്ടിയിൽ വെച്ച് വെള്ളം ഊറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ സാധാ ചീരത്തോരന്റെ പരിപാടി തന്നെ. വെള്ളം തോന്നുന്ന സാധനം കുനുകുന അരിഞ്ഞെടുക്കണം. അരപ്പിനായി വെളുത്തുള്ളി, കാന്താരി, മഞ്ഞപ്പൊടി, തേങ്ങ ചെറുതായൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ കാന്താരിയാണ് ഇതിന്റെ ഒരു ഓജസ്സും തേജസ്സും. കുക്കിംഗ് സാധാ ചീരത്തോരൻ പോലെ തന്നെ. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുവറുത്തതിന് ശേഷം കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയിടുക. ഉപ്പിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ചില സമയങ്ങളിൽ എന്റെ അമ്മച്ചി ഇതിലേക്ക് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിടും. ടേസ്റ്റിന് ചെറിയ വ്യത്യാസം വരുമെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. അടച്ചു വെച്ച് വേവായി കഴിയുമ്പോൾ അടപ്പ് മാറ്റി അരപ്പിടാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് അരപ്പ് വേവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇലക്കറികൾക്ക് ഓവർ കുക്കിംഗ് നല്ലതല്ല. അരപ്പ് വന്നു കഴിഞ്ഞാൽ സംഗതി റെഡി. ഞാൻ ഇന്നലെ പറഞ്ഞ ലോങ് വീഡിയോ ഇന്ന് 7:30 വരുന്നതായിരിക്കും. കാണാൻ മറക്കല്ലേ. ബൈ ബൈ.